ഇന്ത്യ ന്യൂസിലൻഡ് 5ാം T20 മത്സരത്തിനായി തിരുവനന്തപുരം ഒരുങ്ങിക്കഴിഞ്ഞു. ടീം അംഗങ്ങൾ എല്ലാവരും തന്നെ തലസ്ഥാന നഗരത്തിലും എത്തിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യൻ താരം സഞ്ജു സാംസനെ ട്രോളുന്ന ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവിന്റെ വീഡിയോയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിരിക്കുന്നത്. സ്വന്തം നാട്ടിലെത്തിയ സഞ്ജുവിന് വലിയ സ്വീകരണമാണ് വിമാനത്താവളത്തിലെ ആരാധകർ നൽകിയത്. ഇതിനിടെ തിരുവനന്തപുരം വിമാനത്താവളത്തിൽ വന്നിറങ്ങിയ ടീം അംഗങ്ങൾക്കിടയിലൂടെ സഞ്ജു പുറത്തേക്കിറങ്ങുമ്പോൾ സൂര്യകുമാർ യാദവ് മുന്നിലുണ്ടായിരുന്നു. വഴിമാറി നിൽക്കൂ, ശല്യം ചെയ്യില്ലേ ചേട്ടാ എന്നെല്ലാം പറഞ്ഞ് തമാശ രൂപേണ സഞ്ജുവിന് വഴിയൊരുക്കുന്ന സൂര്യയുടെ വീഡിയോ ആണ് ഇപ്പോൾ BCCI സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. സൂര്യകുമാറിന്റെ തമാശ കേട്ട് ചിരിയടക്കാൻ കഴിയാതെ സഞ്ജുവും പിന്നാലെ നടക്കുന്നതും വീഡിയോയിൽ കാണാൻ സാധിക്കും. കാര്യവട്ടത്ത് നാളെ വൈകിട്ട് 7 മണിക്കാണ് ഇന്ത്യ ന്യൂസിലാൻഡ് മത്സരം നടക്കുക. സഞ്ജു സ്വന്തം മണ്ണിൽ ഇന്ത്യക്കായി ഇറങ്ങുന്നത് കാത്തിരിക്കുകയാണ് മലയാളികൾ എല്ലാവരും. ആദ്യ 4 മത്സരങ്ങളിലും പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനായിട്ടില്ലെങ്കിലും സ്വന്തം നാട്ടിൽ നാളെ നടക്കുന്ന മത്സരത്തിൽ സഞ്ജു ഫോം തിരിച്ചുപിടിക്കുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരെ അമ്പരിപ്പിച്ച് വിരാട് കോഹ്ലിയുടെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് മണിക്കൂറുകളോളം അപ്രത്യക്ഷമായി. ഇന്ന് പുലർച്ചെ മുതലാണ് കോഹ്ലിയുടെ ഔദ്യോഗിക ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് അപ്രത്യക്ഷമായത്. ഇൻസ്റ്റയിൽ കയറി അക്കൗണ്ട് തിരയുന്നവർക്ക് ഈ പേജ് ലഭ്യമല്ല എന്ന ദൃശ്യമാവുകയായിരുന്നു. താരത്തിന്റെ അക്കൗണ്ട് ഹാക്ക് ചെയ്യപ്പെട്ടതാണോ അതോ അദ്ദേഹം സ്വയം ഡീആക്ടിവേറ്റ് ചെയ്തതാണോ എന്ന കാര്യത്തിലും ഔദ്യോഗിക വിശദീകരണം ഒന്നും ലഭിക്കാതിരുന്നതോടെ ആരാധകരും ഒന്നടങ്കം ആശങ്കയിലായി. കിങ് കോഹ്ലിയുടെ അക്കൗണ്ട് കാണാതായതോടെ ഭാര്യയും നടിയുമായ അനുഷ്ക ശർമ്മയുടെ ഇൻസ്റ്റഗ്രാം പേജിലേക്കാണ് ആരാധകർ കൂട്ടത്തോടെ ഒഴുകിയെത്തിയത്. ചിക്കുവിന് എന്തുപറ്റി, ഭയ്യയുടെ അക്കൗണ്ട് എവിടെ പോയി എന്നിങ്ങനെ ആയിരക്കണക്കിന് ചോദ്യങ്ങളായിരുന്നു അനുഷ്കയുടെ പോസ്റ്റുകൾക്ക് താഴെ വന്ന് കമന്റുകളായി നിറഞ്ഞത്. എന്നാൽ അക്കൗണ്ട് അപ്രത്യക്ഷമായി മണിക്കൂറുകൾക്കകം കോഹ്ലി ഇൻസ്റ്റഗ്രാമിൽ തിരിച്ചെത്തിയതോടെ ആരാധകരുടെ ആശങ്കയും ഒഴിഞ്ഞു. താരത്തിന്റെ അക്കൗണ്ട് അപ്രത്യക്ഷമായതിന് പിന്നിലെ സോഷ്യൽ മീഡിയയിൽ നിലവിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന നിഹിലിസ്റ്റ് പെൻഗ്വിൻ ട്രെൻഡുമായി ബന്ധപ്പെടുത്തിയായിരുന്നു പലരും തിയറികൾ പടച്ചുവിട്ടത്. പെൻഗ്വിൻ ഇൻസ്റ്റയിൽ നിന്ന് നടന്നു നീങ്ങുന്നത് പോലെ കോഹ്ലിയും ഇൻസ്റ്റഗ്രാമിൽ നിന്നെല്ലാം വിട പറഞ്ഞതാണോ എന്നായിരുന്നു ആരാധകരുടെ ചോദ്യം.